കണ്ണൂർ എഡിഎമായിരുന്ന നവീൻ ബാബു ആത്മഹത്യ ചെയ്ത കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം ഈ ആവശ്യമുന്നയിച്ച കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് ഹർജിയിൽ പറയുന്നു. എം.ജി. രേണുക ചേരുന്നു. രേണുക, കുടുംബം കടുത്ത നീക്കത്തിനാണ്. സിബിഐ അന്വേഷണമാണ്. നിലവിൽ സംസ്ഥാന പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അവർ വിശ്വസിക്കുന്നില്ല. എന്താണ് കുടുംബത്തിന്റെ ഹർജിയിൽ പറയുന്നത്? രേണുക. സജിത്ത്, കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നീക്കം പ്രതീക്ഷിച്ചിരുന്നതാണ്. ആ നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ല. അതുകൊണ്ട് തന്നെ സിബിഐ അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് കുടുംബം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന ഒരു സംശയം കൂടി കുടുംബം മുന്നോട്ട് വെക്കുന്നു. ഇതൊരു കൊലപാതകമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്ന സംശയമുണ്ട് എന്ന് കൂടി ഈ ഹർജിയിൽ കുടുംബം പറയുകയാണ്. ആദ്യമായാണ് ഇത്രമാത്രം ഈ മരണത്തിലുള്ള സംശയം കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സിബിഐ അന്വേഷിക്കണമെന്നൊരു ആവശ്യമാണ് കുടുംബം പറയുന്നത്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ല. ഈ ഇൻക്വസ്റ്റ് നടപടികൾ, ഈ മരണം സംഭവിച്ചപ്പോൾ അതിനുശേഷം ഉണ്ടായിട്ടുള്ള പല നടപടികളിലും നേരത്തെ തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ കുടുംബം ഇപ്പോൾ കോടതിയിൽ കൃത്യമായി കാര്യങ്ങൾ പറയുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ ശരിയായ വിധത്തിലായിരുന്നില്ല. കുടുംബത്തിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ആരെയും ഉൾപ്പെടുത്തിയിരുന്നില്ല. അക്കാര്യങ്ങളിലൊക്കെ തങ്ങൾക്ക് സംശയമുണ്ട്. ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന വിവരം പുറത്തുവരണം. നവീൻ ബാബുവിന് നീതി ലഭിക്കണമെങ്കിൽ അത് സിബിഐ അന്വേഷണത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നതാണ് കുടുംബം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ അവർക്ക് പൂർണ്ണമായും വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നടപടികൾ വളരെ ഇഴഞ്ഞു നീങ്ങുന്നു എന്ന ഒരു സാഹചര്യം. നേരത്തെ അവർ ഈ തെളിവുകൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കണ്ണൂർ ജില്ലാ കോടതിയിൽ സമീപിക്കുമ്പോൾ തന്നെ സിബിഐ അന്വേഷണം പോലെ ഉള്ള നീക്കത്തിന് കുടുംബത്തിന് അത്തരമൊരു നീക്കമുണ്ട് എന്ന സൂചനകൾ ലഭിച്ചിരുന്നതാണ്. ഇപ്പോൾ കുടുംബം ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നു. വരുന്ന 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് പരിഗണിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുടുംബം ഈ ഹർജിയിൽ ഇതൊരു കൊലപാതകമാണോ എന്നൊരു സംശയം കൂടി മുന്നോട്ട് വെക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് മുൻപ് വളരെ സമ്മർദ്ദം ഈ കേസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കുണ്ടായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തന്നെ കുടുംബം ഇത്തരമൊരു മൂവ് നടത്തുന്നതും ആ സമയം കൂടി വളരെ പ്രസക്തമാണ്. ഇത് ഈ പ്രതി എന്ന് പറയുന്നത് രാഷ്ട്രീയ നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പല തരത്തിലും ഈ കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടേക്കാം. ഇപ്പോഴും അന്വേഷണ സംഘത്തിന് വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരുന്നു എന്ന് തങ്ങൾ സംശയിക്കുന്നു. അത്തരം ഒരു അന്വേഷണത്തിൽ ഒരിക്കലും നവീൻ ബാബുവിന് നീതി ലഭിക്കില്ല. സർക്കാരുമായൊക്കെ വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രതികളാണ്. ഇപ്പോൾ തന്നെ പ്രശാന്തനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നിരവധി വിഷയങ്ങളുണ്ട്. അതിലൊന്നും കൃത്യമായ അന്വേഷണങ്ങൾ നടക്കുന്നില്ല. പറയുന്നതിനപ്പുറം ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. ഇത് കുടുംബത്തെ ആശങ്കപ്പെടുത്തുന്നു. പല ഘട്ടത്തിലും തുറന്ന ഒരു പ്രതികരണത്തിന് കുടുംബം തയ്യാറായിട്ടില്ല. സർക്കാരിനെതിരെ ഒന്നും അത്തരമൊരു നിലപാടിലേക്ക് കുടുംബം വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ കൃത്യമായും അവർ തുറന്നു പറയുന്നില്ല എങ്കിൽ പോലും ഈ ഹർജിയിൽ അവർ ഇതുവരെ പൊതുസമൂഹം ചർച്ച ചെയ്ത എല്ലാ ആശങ്കകളും അടങ്ങിയിരിക്കുന്നു. അത് കുടുംബത്തിന്റെ ആശങ്ക തന്നെയാണ് എന്ന് വെളിവാകുന്നു. അവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. സിബിഐ അന്വേഷണം ഉണ്ടാകും, അല്ലെങ്കിൽ അതിന് അനുമതി കിട്ടും എന്ന ഒരു പ്രതീക്ഷയിലാണ് നവീൻ ബാബുവിന്റെ കുടുംബം. കടുത്ത നീക്കത്തിനാണ് നവീൻ ബാബുവിന്റെ കുടുംബം. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടാണ്. സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന നിലപാടിലാണ് കുടുംബം നിയമനീക്കത്തിന് ഒരുങ്ങുന്നത്.